ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ന്യായപ്രമാണത്തെക്കുറിച്ചാണ്, മോശ എഴുതിയ പുസ്തകം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ന്യായപ്രമാണം എന്തിനു ബൈബിളിൽ വെച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ന്യായപ്രമാണം അവസാനിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസും കൂടിയുണ്ട്. അതും കൂടി സംസാരിച്ച് കഴിയുമ്പോൾ ന്യായപ്രമാണം അവസാനിച്ചു എന്നതിൻ്റെ ഒരു സെക്ഷൻ, ആ ഒരു ചാപ്റ്റർ അവിടെ കഴിയുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എബ്രായർ ലേഖനം 10 അധ്യായം അതിൻ്റെ 1 വാക്യം. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ ഒരു അർത്ഥമൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഈ വാക്യം കൊണ്ട് നമ്മൾ ആ ഒരു ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ബൈബിളിൽ നിന്നുള്ള വചനം നമ്മൾ അതിനെ അടിസ്ഥാനമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. ന്യായപ്രമാണം അവസാനിച്ചു എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ. അപ്പോൾ ഇവിടെ എബ്രായ ലേഖനം അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായ്ക കൊണ്ട്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ, ഒരു ദൈവരാജ്യം വരുവാനുണ്ട്, ഒരു സമാധാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദൈവസാന്നിധ്യത്തിൽ നയിക്കപ്പെടുന്ന ഒരു രാജ്യം സ്ഥാപിതമാകാൻ ഉണ്ട് എന്നതാണ് ഈ വചനത്തിനകത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഞാനും സഭയും ഇത് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്, ഒരു രാജ്യം സ്ഥാപിതമാകും എന്നത്. അപ്പോൾ വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ, അപ്പോൾ വരുവാനുള്ളത് നന്മകളാണ്, അതിൻ്റെ നിഴലാണ് ഈ ന്യായപ്രമാണം എന്നത്. നിഴലല്ലാതെ പിന്നെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിക്കൊണ്ട്. മനസ്സിലായോ? അപ്പോ കാര്യങ്ങളുടെ എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിന്റെ രീതികളുടെയും നിയമങ്ങളുടെയും ദൈവിക ശക്തിയുടെയും സാക്ഷാൽ സ്വരൂപമല്ലായ്ക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അപ്പോൾ ന്യായപ്രമാണത്തിലെ നിയമങ്ങൾ, ന്യായപ്രമാണത്തിലെ ചട്ടങ്ങൾ, അതിൻ്റെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള പൗരോഹിത്യവും ഒരുപാട് പെരുന്നാളുകളും ഇതൊക്കെ ആചരിച്ചു കഴിഞ്ഞാൽ സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. മനസ്സിലായ? ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നവർക്ക് ഒരു നാളും ഇതൊക്കെ ചെയ്യുന്നത് തന്നെ ദൈവത്തിന്റെ പ്രീതിക്കും, പിന്നെ ഇത് ചെയ്താലേ ദൈവത്തിൻ്റെതായുള്ള ഭാഗത്ത് നിന്ന് മനുഷ്യർക്ക് ഗുണം ഉള്ളതാണ് എന്ന് കരുതിയാണ് ചെയ്യുന്നത്, അല്ലെ? എന്നാ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഗുണമല്ല, ദോഷമാണ് മറിച്ചുണ്ടാകുന്നത് എന്നതാണ് ഇവിടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞുപോയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് അതിൻ്റെ ആ കാലമെല്ലാം മാറി എന്നുള്ള ഒരു രീതിയിലല്ല പറഞ്ഞത്. ഈ പ്രമാണത്തെ അങ്ങ് ക്ലോസ് ചെയ്തതാണ്. അതിൻ്റെ രീതികളും അനുഷ്ഠാനങ്ങളും ക്ലോസ് ചെയ്തതാണ്. അപ്പൊ ഈ ക്ലോസ് ചെയ്തതെന്ന് പറയുന്നത് അത് വിശ്വസിക്കാത്തവരും, പിന്നെ സഭയിൽ ഓരോരുത്തരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയും ഓരോ ടീച്ചിങ്സ്
ആദിമ നൂറ്റാണ്ട് തൊട്ടുണ്ടായിരുന്നു. അത് അത് ഒരുപാട് ദോഷമുണ്ടായി സഭയില്. നമ്മൾ പിന്നെ എല്ലാവരെയും പഠിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് പിന്നെ അത് അതിന്റെ ഒരു രീതിയിലേക്ക് പിന്നെ വരേണ്ട വന്നു. ഇതൊന്നും അറിയാതെയാണ് ജനങ്ങള് കർത്താവിനെ വിളിക്കുന്നത് എന്നുള്ള ഒരു നമുക്കത് സഭയിൽ നിന്ന് മനസ്സിലായി. അപ്പൊ സഭയെ വരുന്നവരും ആരാധിക്കുന്നവരും ദൈവത്തെ ആരാധിച്ച് പോവുക എന്നത് മാത്രമല്ല, ഇതൊന്നും മനസ്സിലാക്കാതെ ഇരിക്കുന്ന എന്നതാണ് ഒരു സത്യം. അത് പല സഭകളിലായാലും, ഇപ്പോ കത്തോലിക്ക സഭയായാലും, യാക്കോബ സഭയിലായാലും, പ്രൊട്ടസ്റ്റന്റ് സഭയായാലും, ബ്രദറൻ ചർച്ച ആയാലും കാണുന്നത് ഇത് തന്നെയാണ്. ഇത് പഠിപ്പിക്കാനായിട്ട് യോഗ്യന്മാരായ ഒറ്റ വ്യക്തികൾ ഇല്ല എന്നുള്ളത് മറ്റൊരു സത്യമായ കാര്യമാണ്. ഇത്രയും ഇത് പഠിപ്പിക്കാൻ ആർക്ക് കഴിയും എന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. മനസ്സിലായോ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പൊസിഷനിൽ വരാൻ വേണ്ടി ഓരോന്നും താളത്തിൽ പറയുന്നതല്ലാതെ ഏറ്റവും കൂടുതൽ താളത്തിൽ പറയുന്നവനാണ് സഭയില് ഏറ്റവും പരമോന്നതി വഹിക്കുന്ന ഒരാള്. അപ്പൊ താളം കുറവുള്ള ആൾക്ക് അതിൻ്റെതായ താഴ്ത്തപ്പെടല് സഭയിലുണ്ടാകും. അപ്പോ സഭ ഇപ്പോഴും വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ താളത്തിൽ പറയുന്നത് പിന്നെ കുടുംബ മഹിമ. ഇപ്പോ വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഓരോ ദരിദ്രനെ ഞാൻ കുപ്പയിൽ നിന്ന് ഉയർത്തും എന്നൊക്കെ ഓരോ വാക്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇപ്പൊ ഞാനിപ്പോ ഒരു ഉദാഹരണം പറയാം, അത് അവിടെ നിൽക്കട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യം പറയാം. ഇപ്പൊ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു വീട്ടില് ഒരു വ്യക്തി കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് അവൻ വചനം പഠിച്ച് അവൻ ദൈവത്തിലേക്ക് നയിക്കപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് നമ്മുടെ നിലവിലുള്ള നമ്മുടെ വിശ്വാസ സമൂഹം അത് തൃപ്തിപ്പെടാൻ കുറച്ച് പാടുപെടും. ഇവരെല്ലാം ഉള്ളിലിരിപ്പ് എന്ന് പറഞ്ഞ കുടുംബ മഹിമ, അല്ലെ, കുലം, ജാതി, ഇതെല്ലാം വളരെ ഇതുമായിട്ടാണ് അവര് കണക്ട് ചെയ്ത് ചിന്തിക്കുന്നത്. അപ്പോ ഇങ്ങനെയെല്ലാം ഒത്തുവന്ന ഒരു ആളാണെങ്കിൽ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് കേട്ടിരിക്കാം, അല്ലെങ്കിൽ ഈ പുസ്തകം ബൈബിള് എടുത്ത് സംസാരിക്കുന്നതിൽ നമുക്ക് താല്പര്യമുണ്ട് എന്ന് ഓരോരുത്തരങ്ങ് വിചാരിക്കുന്നു. അപ്പോ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് ദൈവരാജ്യത്തിലും നിങ്ങൾക്ക് ചിലപ്പം നല്ല കാണുന്ന പോലെ ഒരു മഹത്വമൊക്കെ ഫീൽ ചെയ്താലും ദൈവരാജ്യത്തിലും ദൈവത്തിനും നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ് എന്നാണ് പറയാനുള്ളത്. ദൈവത്തിന് നിങ്ങളെ ഒട്ടും താല്പര്യം ഇല്ല എന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരും തന്നെ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഒരു നാളും എഴുന്നേൽക്കുകയില്ല. അപ്പൊ അത് മനസ്സിലാക്കുക. യെഹെസ്കേലിന്റെ പുസ്തകം 20 അധ്യായം അതിന്റെ 25 വാക്യം. ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു. അപ്പോ ഇത് പ്രവാചകന്മാരുടെ പുസ്തകത്തിലാണ്, യെഹെസ്കേൽ പ്രവാചകനാണ്. നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഇത് നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ലേഖനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിൽ നിന്ന് നമ്മളൊരു വചനം എടുത്ത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20 അധ്യായം 25 വാക്യം. 20 അധ്യായം 25. അപ്പോൾ യെഹെസ്കേൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്ത വിധികളെയും കൊടുത്തു. അപ്പോ
അവർക്ക് എന്ന് ഇന്നത് പറയുന്നത് എസ്കേൽ ഉൾപ്പെടെയുള്ള മനുഷ്യർക്കാണ്. അപ്പൊ എസ്കേല് വിചാരിക്കും, അയ്യോ ദൈവമേ, ഇത് എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം? ഞാൻ ഉൾപ്പെടെയുള്ള ഞാനല്ല, എസ്കേൽ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും നിന്റെ ജനവും എല്ലാം നിന്റെ വാക്കുകൾ കേട്ടല്ലേ വരുന്ന ജീവിക്കുന്നത്. ഇപ്പോ എന്നെ ഉൾപ്പെടെ നീ ആക്ഷേപിക്കുന്നത് തുല്യമായി പോയല്ലോ നിന്റെ ഈ വചനം. ഞാൻ അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങളെയും ജീവരക്ഷ പ്രാപിപ്പാൻ ഉതകാത്തെയും വിധികളെയും കൊടുത്തു. മനസ്സിലായോ? അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങൾ. അപ്പൊ മോശ അവർക്ക് കൊടുത്ത ന്യായപ്രമാണം കൊള്ളരുതാത്ത ചട്ടങ്ങളാണ്, ജീവരക്ഷ പ്രാപിപ്പാൻ കഴിയാത്ത ഉതകാത്ത വിധികളാണ്. അപ്പോ ഇത് ഈ അരുളപ്പാട് കിട്ടിയ എഹെസ്കേൽ വരെ ദുഃഖത്തിൽ മാറിക്കാണും. എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു വചനത്തെ ദൈവം തന്നെ വിധിക്കുന്നത് ഈ രീതിയിലാണെന്ന് മനസ്സിലാക്കുക. ദൈവം തന്നെ തന്റെ വചനത്തെ അതിന്റെ രീതി മാറ്റിയിട്ടാണ് മനുഷ്യർക്ക് കൊടുത്തത്. ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ജീവരക്ഷ പ്രാപിപ്പാൻ കഴിയണം. മറ്റൊന്ന് നല്ല ചട്ടങ്ങളായിരിക്കണം. ഈ രണ്ട് വാക്കുകളെ അവിടെ നേരെ വിപരീതമായിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. ജീവരക്ഷ പ്രാപിപ്പാൻ കഴിയാത്തതും കൊള്ളരുതാത്ത ചട്ടങ്ങളും. അപ്പോ ദൈവത്തിന്റെ വചനത്തെ ദൈവത്തിന് തന്നെ അതിന്റെ രീതി മാറ്റി മനുഷ്യർക്ക് കൊടുക്കാൻ ദൈവത്തിന് കഴിയും എന്ന് മനസ്സിലാക്കുക. ദൈവത്തിന് അതിനുള്ള പ്രാപ്തിയുണ്ട്. അപ്പോൾ ദൈവം വിചാരിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ദൈവത്തിനെ സത്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നതാണ് അതിന്റെ കാര്യം. അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് യഥാർത്ഥമായ കാര്യങ്ങളാണ് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ കഴിയാതെ വരും. ഇപ്പൊ തന്നെ ദൈവത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വശം ദൈവം പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ. അവർക്ക് ഇസ്രായേൽ അവിടെ അന്ന് മോശ നടത്തിക്കൊണ്ടുവന്നപ്പോൾ അവർക്ക് കൊടുത്തത് ജീവരക്ഷ. മോശ വിചാരിച്ചിരുന്നത് ഇത് നമുക്ക് ദൈവം അരുളപ്പാട് ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി കൊടുത്തത് ഇത് നമുക്ക് പ്രയോജനം ചെയ്യും എന്ന്, ഇതായിരിക്കും ഇസ്രായേലിന്റെ ഒരു നിയമം, അല്ലെങ്കിൽ ഇത് ദൈവത്തിന്റെ സത്യസന്ധമായ വാക്കുകളാണ് എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചിരുന്നത്. എസ്കേലിനോട് അത് പറഞ്ഞു കൊടുത്തപ്പോ അതിന്റെ രീതി മാറി. അപ്പൊ ദൈവം അന്ന് അവിടെ കൊടുത്തത് ഈ കൊള്ളരുതാത്ത മനുഷ്യർ ആയിരുന്നു അന്ന് മോശ കൊണ്ടു നടത്തിയവര്. അവർക്ക് ഇതല്ലാതെ വേറൊന്നും ദൈവത്തിന് കൊടുക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവര് അനുസരിക്കാനൊന്നും പോകുന്നില്ലെന്ന് ദൈവത്തിന് അറിഞ്ഞുകൊണ്ട് ദൈവം അവർക്ക് കൊള്ളരുതാത്ത ചട്ടങ്ങൾ കൊടുത്തു, കൊള്ളരുതാത്ത വിധികൾ കൊടുത്തു. നിങ്ങൾ എന്തെങ്കിലും എന്നുള്ള രീതിയിലേക്ക് മാറി. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചതായിട്ടോ നിങ്ങൾ എൻ്റെ മക്കളാണ് എന്നുള്ള പരിഗണന ഒന്നും തന്നെ ദൈവം അവിടെ വെക്കുന്നില്ല. അവരെ എന്താ പറയുന്നത്, വഴിതെറ്റിപ്പിച്ച് വിടുന്ന ഒരു രീതിയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോ ഈ വചനത്തോടു കൂടി ന്യായപ്രമാണം അവസാനിച്ചു എന്ന ഒരു ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ ഈ ചാനലിൽ നല്ല വിശദമായിട്ട് തന്നെയാണ് ഇത് വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പറയുക. അപ്പോൾ നിങ്ങൾ മെസ്സേജ് കമന്റ് ചെയ്യുക അതിൻ്റെ അകത്ത്. അപ്പോൾ ശരി, എന്നാ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.